തിരുവനന്തപുരം ചാക്കയിൽ നാടോടി പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2024 ഫെബ്രുവരി 18-നാണ് ഹസൻകുട്ടി 2 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചത്. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാൻ. വിജിൻ, കൊടും ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത്? നൗഫൽ, അവർ രണ്ടുപേരും മാതാപിതാക്കൾ നാടോടി കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ശിക്ഷ തന്നെയാണ് തിരുവനന്തപുരം പോക്സോ കോടതി ഹസൻകുട്ടി എന്ന പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. 2 പോക്സോ വകുപ്പുകളിലായി 44 വർഷം കഠിന തടവും, ഒപ്പം തന്നെ വധശ്രമത്തിന് 10 വർഷം തടവും, തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷവും, ലൈംഗികമായി അതിക്രമിച്ചതിന് 1 വർഷവും ചേർത്ത് 65 വർഷം കഠിന തടവാണ് നിലവിൽ കേസിലെ ഏക പ്രതി ഹസൻകുട്ടിക്ക് വിധിച്ചത്. ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട്. 1,22,000 രൂപ പിഴയായും വിധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ ഇടവ സ്വദേശിയും അബു എന്നും കബീർ എന്നും വിളിപ്പേരുള്ള കഴിഞ്ഞ വർഷമാണ് ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന ഈ പീഡനം നടന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. മുൻപ് പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയുടെ മുൻകാല പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ്. നേരത്തെ പല തരത്തിലുള്ള കേസുകളിലും പ്രതിയാണ്, ക്രിമിനൽ കേസുകളിലും, ഒപ്പം തന്നെ ഒരു പോക്സോ കേസിലും പ്രതിയായിരുന്നു ഹസൻകുട്ടി. അതുകൊണ്ട് തന്നെ ആ ക്രിമിനൽ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് നിലവിൽ കോടതി കടുത്ത ശിക്ഷ വിധിക്കുകയാണ് എന്ന വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.